ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഡേ 3 ഗോവ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഗോവയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ബോർഡറൊക്കെ കടന്നു നമ്മുടെ ഗോവയിലെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അതാ ഫ്രണ്ട്സൊക്കെ ആദ്യം കയറിയിട്ട് അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുഡ് വാങ്ങുന്നത്രേ. അപ്പോൾ പൂരിയും കടലക്കറിയും ബ്രെഡും ജാമുമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ജാമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ എടുത്തത്. പക്ഷെ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഈവൻ ചായ പോലും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നേരെ ഇനി സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവണം. അങ്ങനെ ഇതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ബേവാജ് എക്സ്പ്രസ് ഹോട്ടൽ ആൻഡ് റിസോർട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഹോട്ടലിൽ കയറിയതിന് ശേഷം നമ്മൾ അവിടെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ റൂമിന് വേണ്ടിയിട്ട്. അങ്ങനെ റൂം കിട്ടിയതിന് ശേഷം നമ്മളിതേ ലിഫ്റ്റ് കയറി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ പേര് സ്റ്റെയർ കയറിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ലഗേജും വെച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ലിഫ്റ്റിൽ തന്നെയാണ് പോയത്. അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം എൻ്റെ പൊന്നോ സമാധാനമായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ ഫ്രഷ് ആയിട്ട് പൂളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതാ പിന്നെ വിചാരിച്ചു ചായ കുടിച്ചിട്ട് ശരിയാവാത്തതുകൊണ്ട് റൂമിൽ നിന്ന് കോഫി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇതാ കോഫി ഉണ്ടാക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിൻഡോ തുറന്നപ്പോൾ ആണെങ്കിൽ ഫുള്ള് തെങ്ങിൻ പാടായിരുന്നു. നല്ല വ്യൂ കേട്ടോ. അങ്ങനെ ഇതാ കോഫിയൊക്കെ റെഡി ആയതിനു ശേഷം കോഫിയും പിന്നെ പൊട്ടാറ്റോ ചിപ്സൊക്കെ കഴിച്ചു. പിന്നെ നേരെ പൂളിൽ പോയി കുറച്ച് ടൈം പൂളിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളിതാ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടോപ്പും ജീനും ആണ്. അപ്പോൾ ടോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് താഴ ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ടാണ് ഇട്ടത്. അങ്ങനെ ഇതാ മേക്കപ്പൊക്കെ എന്നത്തെയും പോലെ തന്നെ ചെയ്യാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ചുണ്ടിൻ്റെ ആണെങ്കിൽ തോലൊക്കെ പറയുന്നു വരുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ പനി വന്ന് പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഐലൻഡർ ഇടാൻ കഴിയാത്ത വിഷമത്തിൽ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ ആയി പോളക്കുരു വരുന്നതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ആക്കിയതായിരുന്നു. അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂമിൽ നിർത്തി ഫോട്ടോസൊക്കെ കൊടുക്കാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ബ്യൂട്ടീൻ്റെ ടീംസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളും ബ്യൂട്ടി തന്നെയാണ് പോയത്. അപ്പോൾ 2 ബ്യൂട്ടിക്കാരും ഒന്നിച്ചെത്തിയതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ വെച്ച് മൊത്തം വൈബാക്കിട്ടോ. അപ്പോൾ നമ്മളെ പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്യൂട്ടി ഹോളിഡേയ്സിലാണ് നമ്മൾ ട്രിപ്പ് പോയത്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ബ്യൂട്ടിയിൽ തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ പാക്കേജും കാര്യങ്ങളൊക്കെ നൈസാണ്. അപ്പോൾ കഴിഞ്ഞ ഇപ്രാവശ്യമൊക്കെ തൻസിക്കും കേട്ടോ നമ്മൾ കൂടെ ഉണ്ടായത്. അങ്ങനെ ഇതാ ഹോട്ടലിലെത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബിരിയാണി കേട്ടോ നമുക്ക് ഉണ്ടായത്. ബിരിയാണി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ബസ്സിൽ നിന്ന് പാട്ടൊക്കെ വെച്ച് എന്താ പറയുക അടിച്ച് പൊളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് 3 ബീച്ചാണുള്ളത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് അഞ്ചോന ബീച്ചിലാട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ ബീച്ചിലോട്ടേക്ക് പോകുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിലും കയറി എന്താ പറയുക പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാട്ടോ പോകുന്നത്. പക്ഷെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ബീച്ചിലെത്തിയപ്പം ഫ്രണ്ട്സൊക്കെ ഹെയർ ബ്രൈഡ് ചെയ്തായിരുന്നു കേട്ടോ. കളേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പലതരം കളർ വെച്ചിട്ടാട്ടോ ചെയ്തേ. പക്ഷെ ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ച് ടൈം നിന്നായിരുന്നു. അങ്ങനെ അവർ വന്നതിന് ശേഷം നമ്മളിതാ ബീച്ചിലോട്ട് പോവാട്ടോ. സംഭവം നല്ല അടിപൊളി വൈബായിരുന്നു രാത്രി ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കവിടെ ഒരു 7 മണി വരെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ബീച്ചിലൊക്കെ ഇരുന്ന് സൊറ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് മെല്ലനെ കേട്ടോ പോയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ഈ ഒരു ഏരിയയിലെത്തിയപ്പം ഫുള്ള് DJ ഒക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരാൾ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരടുത്ത് പോയിട്ട് അവർ ഡാൻസ് ചെയ്യുന്ന പോലെ നമ്മളും ഡാൻസൊക്കെ ചെയ്ത് മൊത്തം വൈബാക്കിയിട്ടായിരുന്നു പോയത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയിട്ടുണ്ടായത് DJക്കാണ്. അങ്ങനെ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ചു. എന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഡൈനിങ് ഡിവൈനിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടുന്ന് നമുക്ക് അടിപൊളി മന്തി ആട്ടോ കിട്ടിയത്.
പിന്നെ ഗോവയിൽ വന്നപ്പം ഡൈനിങ് ഡിവൈൻ ഹോട്ടലിൽ ഫുഡ് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് കാലങ്കോട് ബീച്ച് ആൻഡ് ബാഗ ബീച്ചിലേക്കാണ്. അപ്പോൾ 2 ബീച്ചും അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാലങ്കോട് ബീച്ചിലാണ് ഇറക്കിയിട്ടുണ്ടായത്. എന്നിട്ട് അവിടുന്ന് ബാഗ ബീച്ചിലോട്ട് പോയിട്ട് അവിടെയാണ് ബസ് ഉണ്ടാവുകയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ 2 ബീച്ചിലും കുറേ ടൈം സ്പെൻഡ് ആക്കിയിരുന്നു കേട്ടോ. നല്ല ലേറ്റായിട്ടായിരുന്നു നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.